ഹലോ ഡിയർ ഫ്രണ്ട്സ്, പവിത്രം എപ്പിസോഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അല്ലമ്മേ, എൻ്റെ ഭാഗത്തൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും അമ്മ കൈകൊണ്ട് തടയുകയാണ് കേട്ടോ. മോന് അവളെ പറഞ്ഞ് തിരുത്താൻ സാധിക്കുമായിരുന്നില്ല എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടേ. നീ ഒരാശയം അവൾക്ക് കൊടുത്തു കാണത്തില്ല, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തത്തുമില്ല. അവളാ നിന്നോട് സ്നേഹമായിട്ട് കൂടെ നടക്കുന്നത്. മണ്ടി ആൾക്കാരെ വിവേചിച്ചറിയാനുള്ള ബുദ്ധി അവൾക്കില്ലാതെ പോയി. പക്ഷെ അവളെ കാണുമ്പോൾ, നിന്നെക്കുറിച്ച് ആലോചിച്ച് കരയുമ്പോൾ അവളെ കുറ്റം പറയാനായിട്ട് എനിക്കാവുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങളൊന്ന് പറഞ്ഞതാന്ന് പറയുമ്പോൾ വിക്രത്തിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, ചേച്ചി കരയല്ലേ, നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇങ്ങനെ പറയുകയാണേ. എനിക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ ജോസെ അവളുടെ വിവാഹം കഴിയണം. അവൾ ഭർത്താവും കുട്ടികളുമായിട്ട് സന്തോഷത്തോടു കൂടി കഴിയണം. ഒരു കുടുംബത്തോടൊപ്പം കഴിയുന്നത് കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുന്നത്. ചേച്ചി, ഞാനിത് പലപ്പോഴുമായിട്ട് അവളോട് പറഞ്ഞിട്ടുള്ളതെന്ന് വിക്രം പറയും കേട്ടോ. അപ്പോൾ അമ്മ പറയുകയാണ്, എങ്ങനെയാടാ മനസ്സിലാവുന്നത്? താലി കെട്ടി ഒരുത്തിയെ കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ട്. അവളോടുള്ള സ്നേഹം പോലും അവളെ വെറുതെ കൊണ്ടുവന്നിരിക്കുകയാണെന്ന് ഇവളുടെ അടുത്ത് പറയുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഒരു നല്ല മനസ്സോട് കൂടിയിട്ട് വേറൊരു കല്യാണത്തിനെ പറ്റി ചിന്തിക്കാനൊക്കെ തോന്നുക? നീ ഇപ്പോഴും അവളെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല, അവളെൻ്റെ ഭാര്യയല്ല എന്നൊക്കെ പറയുന്നത് വീണ്ടും വീണ്ടും ഇവളിലേക്ക് നിന്നോടുള്ള സ്നേഹം കൂട്ടുകയല്ലേ ചെയ്യുന്നത്. നീ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നെങ്കിലും നിനക്ക് അവളോടുള്ള ഇഷ്ടം തുറന്നു പറയുമെന്നുള്ള വിചാരത്തിലാണ് അവൾ എന്നിങ്ങനെ അമ്മ പറയുകയാണേ. ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത്? അറിഞ്ഞോ അറിയാതെയോ ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടും കൂടെ ഇല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അമ്മ പറയുകയാണ്, ഒരാണിനും ഒരു പെണ്ണിനും അങ്ങനെ നേരിട്ട് പറയണമെന്നൊന്നുമില്ല. അത് മനസ്സിൻ്റെ ഒരു അടുപ്പമാണ്. ചിലപ്പോൾ ചിലർക്ക് അതിനെ കഴിഞ്ഞ് നല്ലതിനെയൊക്കെ കാണുമ്പോഴത്തേക്കിനും അങ്ങനെ കൈ ഒഴിയാനൊക്കെ പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോട്ടീസ് ഇങ്ങ് താ ജോസെന്നും പറഞ്ഞ് അമ്മ തട്ടിപ്പറിച്ച് മേടിക്കുകയാണേ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അമ്മ ചോദിക്കുന്ന വിക്രത്തിനോടെ. ഒന്നെങ്കിൽ നീ അവളെ സമ്മതിപ്പിച്ച് വേറെ കല്യാണത്തിന് സമ്മതിപ്പിക്കണം, അല്ലെങ്കിൽ അവളുടെ കൺവെട്ടത്തു നിന്ന് നീ എവിടേക്കെങ്കിലും ദൂരത്തേക്ക് മാറിപ്പോ എന്ന് അമ്മ പറയുകയാണേ. അമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണേ, അവളുടെ അച്ഛനെ പറ്റി നിനക്കറിയാലോ, അവൾക്ക് ഞാനേ ഉള്ളൂ. എൻ്റെ കണ്ണടയുന്നതിന് മുന്നേ അവളൊരു കര പറ്റി എനിക്ക് കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണേ. അതിനുശേഷം നമ്മുടെ അമ്മ കരഞ്ഞുകൊണ്ടങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ ഇങ്ങനെ വീടിൻ്റെ പടിക്കലിരിക്കുകയാണ്. അപ്പോൾ അമ്മ വരികയാണ് കേട്ടോ. മോളെ വേദേ, അപ്പോൾ എന്തായി മോൾക്ക് വിഷമമായോ അച്ഛൻ അങ്ങനെ പറഞ്ഞതിലെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേദ ചോദിക്കുക, എന്തിന് അച്ഛൻ അങ്ങനെ പറഞ്ഞത്? എന്ത് തെറ്റാണുള്ളത്? എനിക്കൊരു തെറ്റും കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനാണ് തെറ്റ് ചെയ്തത്. അച്ഛനോട് പോലും ചോദിക്കാതെ ആ ബില്ല് ഞാൻ അടയ്ക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ അമ്മ പറയുകയാണ്, മാഷിൻ്റെ അഭിമാനം വളരെ വലുതാണ്. ചിലപ്പോൾ എനിക്ക് തോന്നും ചില നേരത്തെ അദ്ദേഹത്തിന് അഹങ്കാരം ഇത്തിരി കൂടുതലല്ല എന്നതൊക്കെ ഇങ്ങനെ തോന്നുമെന്ന് പറയും കേട്ടോ. അപ്പോൾ വേദ പറയുകയാണ്, അത് നല്ലതാണ്, അച്ഛൻ്റെ അഭിമാനം അത് കാത്ത് സംരക്ഷിക്കണം, അത് നല്ലതാണ് എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ അമ്മ പറയുകയാണ്, പണ്ടൊക്കെ കിളയ്ക്കാൻ പോകുമ്പോൾ ഞാനും കൂടെ കിളയ്ക്കാനൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഞാൻ ചെല്ലുമ്പോഴത്തേക്കിനും അദ്ദേഹം എന്നോട് പറയും, എൻ്റെ കൂടെ വരണ്ട എന്ന് പറയും. അത് മറ്റൊന്നും കൊണ്ടൊന്നുമല്ല, കൈക്കോട്ട് എടുത്തുകൊണ്ട് അദ്ദേഹം കിളയ്ക്കുമ്പോൾ ശ്വാസം നിലയ്ക്കുന്നത് ഞാൻ കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മോളെ, ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാതെ കുറച്ച് നാൾ അദ്ദേഹം നല്ല രീതിയിൽ ജീവിക്കുന്നത് എനിക്ക് കാണണമെന്നുണ്ട് മോളെ എന്നിങ്ങനെ വേദയോട് അമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണേ. മരിക്കുന്നതിന് മുൻപേ അത് നടത്തി തരണമെന്ന് ഉള്ള പ്രാർത്ഥന എനിക്കുള്ളൂ എന്ന് പറയുമ്പോൾ വേദ പറയുവേ, അത് നടക്കും അമ്മേ, അതിനുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിക്കും ഉറപ്പായിട്ടും എന്നിങ്ങനെ പറയാം കേട്ടോ. എന്നിട്ട് അച്ഛൻ കൊടുത്ത ആ പേന നമ്മുടെ വേദയുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വേദ എടുത്ത് അമ്മയ്ക്ക് കൊടുത്തിട്ട് പറയുകയാണ്, ഇതെന്തുകൊണ്ട് സൂക്ഷിക്കാൻ അർഹ അമ്മ തന്നെയാണ്, അമ്മ ഇത് കൈ വെക്കണം എൻ്റെ ഒരു മനസ്സമാധാനത്തിന് എന്ന് പറയും കേട്ടോ. അപ്പോൾ അമ്മ അത് മേടിച്ച് കൈ വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേദയായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരുപാട് സന്തോഷം തോന്നുക കേട്ടോ. അപ്പം വേദയുടെ നെറ്റിയിലൊരു ചുംബനമൊക്കെ കൊടുത്തിട്ട് പറയുകയാണ്, മുഖമൊക്കെ തടവിക്കൊണ്ട്, ഇനി ഈ വീട് തിളങ്ങാൻ പോണത് നിൻ്റെ പ്രകാശം കൊണ്ടാണെന്ന് എനിക്കറിയാം മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ മനസ്സിൻ്റെ പ്രകാശം കൊണ്ടാണെന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വേദനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമിൻ്റെ പെണ്ണും ഓട്ടോക്കാരും ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും മറ്റുള്ള ഓട്ടോക്കാരുമായിട്ടുള്ള ആളുകൾ പറയുകയാണ്, എന്താണെങ്കിലും വേദ ഒരു നല്ല കുട്ടിയായിട്ടാണ് കാണുന്നതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും വിക്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എനിക്ക് നിന്നെ ഒന്ന് കാണാനുണ്ട്, എനിക്ക് പേഴ്സണലായിട്ട് നിൻ്റെ അടുത്തൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും മാറിപ്പോകും കേട്ടോ. അപ്പോഴത്തേക്കിനും എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും കേട്ടോ. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ, ഞാൻ നിന്നോട് ഒരു വാക്ക് നല്ല രീതിയിൽ സംസാരിക്കുമോ, നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും, നീ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ നാട്ടുകാരോട് മുഴുവൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിക്രമൻ്റെ പെണ്ണാണ് എന്ന്. അപ്പോൾ വിക്രമൻ ഇങ്ങനെ ചോദിക്കുക, നിനക്ക് നാണമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാൻ? ഒരു ആണ്
ഒരു പെണ്ണിൻ്റെ അടുത്ത് വന്നിട്ട് നിന്നെ എനിക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞ് നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടന്നാൽ നിനക്കത് ഇഷ്ടപ്പെടുമോ? എന്താ അതുപോലെ തന്നെയാണ് നീ എന്നെയും ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ. അതിനിടയ്ക്ക് അവളുടെ കൂട്ടുകാരി, ഓട്ടോ ഡ്രൈവർമാരുണ്ടല്ലോ, അവരുടെ കൂട്ടുകാരി ഇടയ്ക്ക് പറയുന്ന അവൾ ഓർക്കുന്നുണ്ട്, താലിയും കെട്ടി വീട്ടിലും കൊണ്ടുവന്നു, ഇനി പതിയെ പതിയെ അവർ അങ്ങനെ അഡ്ജസ്റ്റായിട്ട് ജീവിച്ചു പോകും. എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പരം പ്രേമിച്ചിട്ടാണോ എല്ലാവരും കല്യാണം കഴിക്കുന്നത്. അറേഞ്ച് മാരേജ് ആണെങ്കിലും കല്യാണം കഴിച്ചതിന് ശേഷം അവർ പരസ്പരം അടുക്കുകയല്ലേ എന്നിങ്ങനെയൊക്കെ പറയും കേട്ടോ. പെണ്ണ് ചെയ്തെന്നാലും ഇങ്ങനെയൊക്കെ പെണ്ണ് ചെയ്താലും തെറ്റ് തന്നെയാണ്. എനിക്ക് നിന്നോട് ഇഷ്ടമല്ലെന്ന് 1000 തവണ പറഞ്ഞാലും അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം, അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അപ്പം നീ നിൻ്റെ അമ്മയെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്, അമ്മ നിന്നെ ഓർത്തിട്ട് സങ്കടപ്പെടുകയാണ്, കരയുകയാണ്, നല്ലൊരു കുടുംബജീവിതം വേണമെന്ന് ആ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് റെഡി ആവണം എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും അവൾക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് സങ്കടം വന്നിട്ട് അവൻ്റെ കുത്തിന് പിടിച്ചിട്ട് പറയാം കേട്ടോ, അതുമാത്രം വേറെ ആര് പറഞ്ഞാലും നീ എന്നോട് പറയരുത് എന്നിങ്ങനെ പറയുകയാണേ. ഇനി ആർക്കൊക്കെ പിടിച്ചാലും എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എന്താ പോരെ? ഞാൻ ശ്രീനി സാറുമായിട്ട് സംസാരിക്കുന്നുണ്ട്, കൊള്ളാവുന്ന ഒരാളിനെ കണ്ടുപിടിച്ച് ഞങ്ങൾ നിൻ്റെ വിവാഹം നടത്തും. നിൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നീ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നതാണ്. ആ ആഗ്രഹമെങ്കിലും ഒന്ന് സാധിച്ചു കൊടുക്ക്. നിർത്ത്, ഞാൻ ഉറങ്ങിയതും ഉണ്ടതും ഉറങ്ങിയതും എല്ലാം നിന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കിനും അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ മടിയനായിട്ടുള്ള കരണ്ട് മോഷ്ടിച്ച ആൾ ശ്രീജ എന്ന് വിളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വരികയാണ്. ദോശ, നല്ല ദോശ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ശ്രീജെ നിനക്കെന്താ പറ്റിയെന്ന് ചോദിക്കും കേട്ടോ. നീ ഇതുവരെ എണീച്ചില്ല എന്നൊക്കെ ചോദിക്കുവേ. അപ്പോൾ നീ പെട്ടെന്ന് എണീച്ചേ, എനിക്ക് എന്തെങ്കിലും ഇത്തിരി ഉണ്ടാക്കിയിട്ട് എനിക്ക് ഷുഗർ ഉള്ളതാണ്, ഷുഗർ കൂടിയോ എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ട് ഇത്തിരി മധുരം കുറച്ചിട്ട് നീ ഒരു കാപ്പി എടുക്കാമെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ശ്രീജ ഇങ്ങനെ വീട്ടിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചുമക്കുന്നൊക്കെയുണ്ട്. എന്താ ശ്രീജ എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വയ്യ, രാത്രിയിലൊക്കെ നല്ല പനി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പോയി രാവിലെ എണീച്ച് ഛർദ്ദിക്കുകയും ചെയ്തു എന്നൊക്കെ പറയും കേട്ടോ. എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകണമെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയേ. അയ്യോ അത്ര വയ്യാഴിയാണോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ പോക്കറ്റ് ഇങ്ങനെ തടവും കേട്ടോ, പൈസ ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ശ്രീജ പറയുകയാണ്, വിശ്വേട്ടൻ എന്തെങ്കിലും കടയിൽ പോയിട്ട് ബ്രെഡോ പഴമോ എന്തെങ്കിലും ഇങ്ങനെ മേടിച്ചുകൊണ്ട് പോകാമെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ വിശ്വേട്ടൻ ഇങ്ങനെ വീണ്ടും കൈ ഇങ്ങനെ തടവുകയാണ്. എന്നാൽ ശരി, എന്നാൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുള്ളിക്കാരൻ കടം ചോദിക്കാന്നുള്ള രീതിയിൽ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്കിനും ശ്രീജ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അപ്പം വേദ ഇങ്ങനെ നിൽക്കുക കേട്ടോ, 2 വട്ടം കളിയാണ്. വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേദ പെട്ടെന്ന് സ്വന്തം ഫോണെടുത്ത് പേഴ്സണലായിട്ട് വെറുതെ സംസാരിക്കുകയാണ്. വേദ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ? അത്തരം കഴിവ് കേട്ടവനൊക്കെ ആണെങ്കിൽ നിനക്കൊക്കെ അവനെ ഡൈവേഴ്സ് ചെയ്തുകൂടെ എന്നിങ്ങനെ ചോദിക്കുന്നു കേട്ടോ. ഒരു പണിക്കും പോകാതെ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഭർത്താക്കന്മാരെ മുക്കാല് കെട്ടി അടിക്കുക വേണ്ടത്, അതാണ് എൻ്റെ അഭിപ്രായം. നീ ഒരു കാര്യം ചെയ്യുക, അയാൾക്ക് വെച്ച് കൊടുക്കുന്ന ഏർപ്പാടൊക്കെ അങ്ങോട്ട് ആദ്യം തന്നെ നിർത്ത്, കുറച്ച് ദിവസം പട്ടിണിക്കിട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും വേദ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ടോ എന്തോന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ ലോകത്തെ ഇങ്ങനെ കുറേ പേരുണ്ട്, നമ്മളാണ് അവർക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ. എന്നാൽ നീ ഇനി റെസ്റ്റ് ചെയ്തോ, ഞാൻ പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഇങ്ങനെ പുറകിലോട്ട് തിരിയുകയാണ്. അപ്പോഴത്തേക്കിനും അടുത്തതായിട്ട് വേദ പറയുന്നുണ്ട്, തൽക്കാലം എൻ്റെ അക്കൗണ്ടിൽ ഒരു പൈസയില്ല, ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കുക എന്നിങ്ങനെ വേദ പറയുകയാണ് കേട്ടോ ഫോണിൽ കൂടെ. അപ്പോൾ ഇത് വിശ്വം കേൾക്കുന്നുണ്ട്. വിശ്വൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു 500 രൂപയാണെങ്കിലും വേദയോട് മേടിക്കാമെന്നുള്ള മനസ്സോട് കൂടിയിട്ടാണ് വേദയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോഴാണ് വേദ ഇങ്ങനൊരു ട്രിക്ക് ഇട്ടത്. വിക്രമേട്ടനോ? എന്താ വിക്രമേട്ട ഇവിടെ? വെറുതെ ചുമ്മാ. എന്താ? അതെ, ശ്രീജിക്ക് പനി, അപ്പം ഒട്ടും വയ്യ എന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ടായിരുന്നു, രാവിലെ നല്ല പനി ഉണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചതാന്ന് പറയുവേ. അപ്പം വിക്രമൻ പറയുവേ, മരുന്നും ബ്രെഡും മേടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുവാന്ന് പറയും കേട്ടോ. എന്നിട്ടാണോ ഇങ്ങനെ നിൽക്കുന്നത്? വേഗം പോയി മേടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ ഉള്ളിലേക്ക് ഓടിപ്പോവേ.
എന്നാൽ പോയി വേഗം മേടിച്ചിട്ട് വാ, അല്ലെങ്കിൽ ഒന്നും കഴിച്ചില്ലെങ്കിൽ ശ്രീജേടത്തിയുടെ നില ഗുരുതരമാകും എന്ന് പറയും കേട്ടോ. ഞാൻ പോവാന്ന് പറയും കേട്ടോ. എന്നാൽ പിന്നെ നിൽക്കണ്ട, വേഗം പോയി മേടിച്ചിട്ട് വാ, ഞാൻ ശ്രീജേടത്തിയുടെ അടുത്തുണ്ടാവും, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഉള്ളിലേക്ക് പോവുകയാണേ. അപ്പോഴത്തേക്കിനും വേദ ഓടി വന്നിട്ട് ശ്രീജയുടെ അടുത്ത് വരുവാണ്. അപ്പോൾ ശ്രീജ എണീറ്റ് നിന്ന് ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ. വേദ നമ്മളീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുകയാണ് തീർച്ചയായിട്ടും നടക്കും, ഇത്രയും നാളും റെസ്പെക്റ്റ് കിട്ടിക്കൊണ്ടിരുന്ന അച്ഛനോടുള്ള റെസ്പെക്റ്റ് കൊണ്ടാണെന്ന് വെളിയിലൂടെ ഇറങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടേ. ഈ നാട്ടിൽ ഇനി ആരും വിശ്വട്ടിന് കടം കൊടുക്കില്ല എന്ന് ഏടത്തേക്ക് ഉറപ്പല്ലേ നിങ്ങൾ ചോദിക്കുവേ. ഇനി ആരോടെങ്കിലും കടം ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനെ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചോദിക്കത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ വിശ്വട്ടിനെ നാണം കെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മനഃപൂർവ്വം ഇങ്ങനൊരു നാടകം കഴിച്ചു എന്ന് വിശ്വട്ടിനെ അറിഞ്ഞു കഴിഞ്ഞാൽ വിശ്വട്ടിന് അത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടേ. അപ്പോൾ കടം മേടിക്കാൻ സാധനം കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കടം കൊടുക്കില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലെന്ന് പറയും കേട്ടോ. അപ്പം ശ്രീജത്തി പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ്, അവരും സാധനം കൊടുക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുവേ. അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ രാധയുടെ ഫ്രണ്ട്സും കൂട്ടുകാരും ഇരുന്ന് വിക്രമനെ ചോദ്യം ചെയ്യുകയാണ്. അളുവായിട്ട് ഇന്നുണ്ടാക്കിയതുപോലെ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടോ സംസാരിച്ചത് കൊണ്ടോ അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് വിക്രമേട്ടന് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുവേ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ജീന, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകത്തക്ക രീതിയിൽ എത്ര പ്രാവശ്യം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, അവൾക്കൊന്നും തലയിൽ കയറുന്നില്ല. അപ്പോൾ വിക്രമിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട് അവളുടെ അമ്മ വന്ന് ഞങ്ങളുടെ അടുത്ത് കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു എന്ന് നിങ്ങൾ കേട്ടില്ലല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ജീന പറയുകയാണ് അവളുടെ അമ്മ വന്ന് പറയാത്തൊന്നും അല്ലല്ലോ എൻ്റെ അടുത്ത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ജീന എണീച്ചിട്ട് വിക്രമിൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം കേൾക്കുമെങ്കിൽ അല്ലെങ്കിൽ തെറ്റായിട്ട് ധരിക്കത്തില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, അവളെ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഇനി വിക്രമൻ തന്നെ വിചാരിക്കണം, വേദയുമായിട്ട് നല്ലൊരു ജീവിതം നടത്തി അവൾക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ മാത്രമേ അവളുടെ മനസ്സ് മാറുള്ളൂ എന്നിങ്ങനെ പറയുകയാണേ. രാധേനെയല്ല ഇപ്പോൾ കാണേണ്ടത്, വേദനയാണ് കാണേണ്ടത്. വേദനയാണ് ഇപ്പം വിക്രമേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്തിനീ ലോകം മുഴുവൻ അങ്ങനെയാണ് കാണുന്നത്. എന്തിനും നിൻ്റെ വീട്ടുകാർ കമലമ്മയും ശ്രീജയും എല്ലാവരും ഒരു മരുമകളായിട്ടാണ് വേദയെ കാണുന്നത്. എന്തിനേറെ പറയണോ, വിശ്വേട്ടൻ്റെ മനസ്സിൽ പോലും വേദയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് അവിടെ പോയിട്ട് അറിയണം എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും രാധയുടെ മനസ്സിൽ നിന്ന് ആ ഒരു ചിത്രം മാറിയിട്ടില്ലെങ്കിൽ അതിന് ഒറ്റ കാരണം നീ തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ വേദയായിട്ട് ഒന്നിച്ചൊരു ജീവിതം തുടങ്ങണം എന്നിങ്ങനെ പറയുവാണേ. ഒരു പെണ്ണിൻ്റെ മനസ്സും ആണിൻ്റെ ശരീരമായിട്ട് ഒരുപാട് നാൾ ഞാൻ കടന്നു പോയതല്ലേ, എനിക്കറിയാം ഒരു സ്ത്രീയുടെ മനസ്സിൻ്റെ നൊമ്പരം എന്താണെന്ന്. ഇപ്പോൾ രാധ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സൈക്കോളജിക്കൽ ഇഷ്യൂയിലൂടെയാണ്, അത് എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കണം. അങ്ങനെ വിക്രമിനെ ജീന ഒരു നല്ല അഡ്വൈസ് കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ സീരിയൽ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്